CDCക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോർമൽ ഫീസ് അപ്രോക്സിമേറ്റ് റേഞ്ച് ഞാൻ പറഞ്ഞത്. മെർച്ചന്റ് നേവിയിൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടുന്ന ഡോക്യുമെന്റ് എന്താണെന്ന് അറിയോ? അതാണ് CDC. മെർച്ചന്റ് നേവിയിൽ ജോലിക്ക് കയറണം എന്ന് ആഗ്രഹിക്കുന്ന 80% സ്റ്റുഡൻസിനും ഈ ഒരു CDC എന്താണെന്ന് ഇപ്പോഴും ക്ലിയർ ആയിട്ട് അറിയില്ല. ഇങ്ങനെ CDCയെ കുറിച്ചിട്ട് ശരിക്കും അറിയാതെ ഒരു കോഴ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? പഠിച്ചു കഴിഞ്ഞാലും ഷിപ്പിൽ കയറാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും. അപ്പം തെറ്റായ തീരുമാനങ്ങൾ എടുക്കാം. അതായത് ഏജന്റിനെ കാണുക, അവർക്ക് പൈസ കൊടുക്കുക, അങ്ങനെ ലക്ഷങ്ങൾ രൂപ വരെ നഷ്ടമായേക്കാം. സോ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക. കാരണം ഇതിൽ CDCനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. CDC മീൻസ് കണ്ടിന്യൂസ് ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ്. ഇത് ശരിക്കും സീഫറേഴ്സിന്റെ ഒരു ID കാർഡാണെന്ന് പറയാം. ഷിപ്പിലെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് ഉണ്ടാവേണ്ട ഒരു ഡോക്യുമെന്റ് ആണ് CDC. അതായത് നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട് പാസ്പോർട്ട് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. പാസ്പോർട്ട് ഇല്ലാതെ ഒരാൾക്ക് അബ്രോഡ് ജോലിക്ക് പോകാൻ സാധിക്കില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഷിപ്പിൽ ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടുന്ന ഒരു കാര്യമാണ് CDC എന്ന് പറയുന്നത്. ഇത് ഇഷ്യൂ ചെയ്യുന്നത് DG ഷിപ്പിംഗ് ഓഫ് ഇന്ത്യ ആണ്. ETO കോഴ്സ് പഠിച്ച സ്റ്റുഡൻസ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന കണ്ടീഷൻസ് എന്താണെന്ന് വെച്ചാൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് പാസ്സായിട്ടുണ്ടാവണം. അതും DG ഷിപ്പിംഗിന്റെ അണ്ടറിൽ വരുന്ന മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് തന്നെ പാസ്സായിട്ടുണ്ടാവണം. നെക്സ്റ്റ് CDC എടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ്. ഈ ഒരു CDC എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ മാൻഡേറ്ററി ആയിട്ട് ഉണ്ടാവണം. അതിൽ ഒന്നാമത്തേതാണ് പാസ്പോർട്ട്. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ CDC എടുക്കാൻ നോക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പാസ്പോർട്ട് മസ്റ്റ് ആയിട്ടും ഉണ്ടാവണം. പിന്നെ നിങ്ങളുടെ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്, ഇൻഡോസ് നമ്പർ, നിങ്ങളുടെ STCW സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോസ്. ഇത്രയും കാര്യങ്ങൾ മസ്റ്റ് ആയിട്ട് ഒരു CDC എടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കും. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്, നിങ്ങളുടെ കൈവശം നിങ്ങളുടെ ഇൻഡോസ് നമ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും CDCക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ഇത് പറയുന്ന സമയത്ത് പകുതി മുക്കാൽ കുട്ടികൾക്കും ഉണ്ടാവുന്ന ഒരു ഡൗട്ടാണ്, എന്താണ് ഇൻഡോസ് നമ്പർ? ഈ ഒരു CDC അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏറ്റവും വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഏരിയ ആണ് ഇൻഡോസ് നമ്പറിന്റെ കാര്യം വരുമ്പോൾ. ഇൻഡോസ് എന്ന് വെച്ചാൽ ഇന്ത്യൻ നാഷണൽ ഡാറ്റാബേസ് ഓഫ് സീഫറേഴ്സ്. ഇനി നിങ്ങൾക്ക് ഈ ഇൻഡോസ് നമ്പർ എവിടെ നിന്നാണ്, എങ്ങനെയാണ് ലഭിക്കുന്നത് നോക്കാം. DG ഷിപ്പിംഗിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. നിങ്ങളുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ അതിൽ അപ്ലോഡ് ചെയ്യണം. വൺസ് അത് അപ്രൂവ്ഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡോസ് നമ്പർ ലഭിക്കുന്നതായിരിക്കും. സോ ഇൻഡോസ് ഇല്ലാതെ അടുത്ത സ്റ്റെപ്പ്, അതായത് CDCക്ക് അപ്ലൈ ചെയ്യാന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് CDCക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് ഞാൻ റഫ് ആയിട്ടൊന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ നിങ്ങൾ DG ഷിപ്പിംഗിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക. അതിൽ ലോഗിൻ ചെയ്തതിന് ശേഷം സീഫറേഴ്സിന്റെ പ്രൊഫൈല് കംപ്ലീറ്റ് ചെയ്യാനുണ്ടാവും. അതായത് ഏത് സീഫറർ ആണോ ഈ ഒരു CDCക്ക് അപ്ലൈ ചെയ്യാൻ നോക്കുന്നത് അവരുടെ ഓരോ ഡീറ്റെയിൽസും അവിടെ ഫില്ല് ചെയ്യാനുണ്ട്. അതൊക്കെ ഫില്ല് ചെയ്യും. അതിനുശേഷം അവിടെ CDC ആപ്ലിക്കേഷൻ ഉണ്ടാവും, അത് സെലക്ട് ചെയ്യും. നെക്സ്റ്റ് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ അതിൽ അപ്ലോഡ് ചെയ്യും. പിന്നെ ഫീസ് പേ ചെയ്യുക, അതുപോലെ സബ്മിറ്റ് കൊടുക്കുക. ഇത് ഞാൻ റഫ് ആയിട്ട് ഒരു കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പോയിട്ട് CDCക്ക് അപ്ലൈ ചെയ്യാൻ നോക്കുക. കാരണം ഒരു സീഫറിനെ സംബന്ധിച്ചിടത്തോളം ഷിപ്പിൽ കയറാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് CDC എന്ന് പറയുന്നത്. സോ ഈ ഒരു CDCക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു തെറ്റും സംഭവിക്കാതെ കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രം കൊടുത്തിട്ട് ഈ ഒരു CDC അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ഇതിന്റെ വെരിഫിക്കേഷൻ നടക്കും. വൺസ് നിങ്ങൾ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി ഓക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ CDC പിന്നെ ഇഷ്യൂ ആവുന്നതായിരിക്കും. ഇനി ഒരു CDC അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയാണ് ഫീസ് വരുന്നത്, എത്ര ടൈം എടുക്കും ഇതൊന്ന് ഇഷ്യൂ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നോക്കാം. CDCക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോർമൽ ഫീസ് അപ്രോക്സിമേറ്റ് റേഞ്ച് ഞാൻ പറഞ്ഞുതരാം. ഒരു 1000 to 3000 വരെ വരാം. ഇത് കറക്റ്റ് ആയിട്ട് വരുന്നതല്ല, ഞാനൊരു അപ്രോക്സിമേറ്റ് റേഞ്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ നിങ്ങളെ ഏജൻസിനെയൊക്കെ സംബന്ധിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യേക്കുന്നുണ്ടെങ്കിൽ അവരുടെ ചാർജ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചിലപ്പം 20,000 30,000 അത്രയൊക്കെ അവർ പറഞ്ഞേക്കാം. ഇനി ഈ ഒരു CDCയുടെ പ്രോസസിംഗ് ടൈം എന്ന് പറയുന്നത് യൂഷ്വലി ഒരു 7 to 20 ഡേയ്സ് ആണ് വരുന്നത്. ഇതും അപ്രോക്സിമേറ്റ്ലി ഞാൻ പറയുന്നതാണ്. മേ ബി 7 ഡേയ്സിന് മുന്നേ കിട്ടിയേക്കാം, അല്ലെങ്കിൽ 20 ഡേയ്സ് ചിലപ്പം കഴിഞ്ഞേക്കും. അപ്രോക്സിമേറ്റ് റേഞ്ച് എന്ന് പറയുന്ന ഒരു 7 to 20 ഡേയ്സ് ആണ് വരുന്നത്. സോ ഏജന്റിനെ ഒന്നും സമീപിക്കാതെ നിങ്ങൾ തന്നെ ഈ ഒരു CDCക്ക് അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. നെക്സ്റ്റ് എല്ലാവർക്കും പറ്റുന്ന വലിയ അബദ്ധങ്ങളാണ് ഈ ഒരു CDC അപ്ലൈ ചെയ്യുന്ന സമയത്ത് കോമൺ ആയിട്ട് കുറച്ച് മിസ്റ്റേക്സ് വരുത്തും. അങ്ങനെ മിസ്റ്റേക്സ് വരുത്തി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ CDCനെ തന്നെ ബാധിക്കുന്ന കാര്യമായിരിക്കും. അതിൽ ഒന്നാമത്തെ ഒരു കാര്യമാണ് നിങ്ങൾ ഫേക്ക് ആയിട്ടുള്ള ഏജൻസിനെയൊക്കെ സമീപിക്കുന്നത്. അതായത് ചിലപ്പോൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന നല്ല രീതിയിലുള്ള ഏജൻസും ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ഫേക്ക് ആയിട്ടുള്ള ഏജൻസിനെയും കാര്യങ്ങളൊക്കെ സമീപിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം CDC കിട്ടാൻ വേണ്ടിയിട്ട് ഡിലേ വരാം, ചിലപ്പം CDC കിട്ടിയില്ല എന്ന് വരാം.
അതിന് കുറെ എമൗണ്ട് ചെലവായി എന്ന് വരാം. സോ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു CDC കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമത് വരുന്ന കാര്യമാണ്, നിങ്ങൾ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ വരുന്നുണ്ടല്ലോ. ആ ഒരു ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തെറ്റായിട്ടുള്ള ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതും നിങ്ങളുടെ CDC കിട്ടുന്നതിന് ഡിലേ ചെയ്യുകയും CDC കിട്ടാതിരിക്കുകയും ചെയ്യും. പിന്നെയുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മെഡിക്കൽ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇഗ്നോർ ചെയ്തുകൊണ്ട് നിങ്ങൾ വീണ്ടും CDCക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നത്, അതൊക്കെ വളരെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഇൻഡോസ് നമ്പറിൽ എന്തെങ്കിലും ചേഞ്ചസ് സംഭവിക്കുന്നു. പിന്നെയുള്ളത്, ഇൻഡോസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നിങ്ങൾ CDCക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഉറപ്പായിട്ടും റിജക്റ്റ് ആകും. ഇനി നെക്സ്റ്റ് വരുന്നൊരു പ്രോസസ്സ്, നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് CDC കിട്ടി, ഇനി എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഡൗട്ട് ആയിരിക്കും എല്ലാവർക്കും ഉണ്ടാവുന്നത്. CDC ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കമ്പനിയിൽ അപ്ലൈ ചെയ്യുക. പിന്നെ കമ്പനീസ് പറയുന്ന ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുക. അങ്ങനെ ഇന്റർവ്യൂവിൽ സെലക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷിപ്പിൽ ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും. CDC എന്ന് പറയുന്നത് ഒരു തുടക്കം മാത്രമാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ CDC എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, CDCന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് CDC റിലേറ്റഡ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. സോ മെർച്ചന്റ് നേവി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കൂടുതൽ മെർച്ചന്റ് നേവി റിലേറ്റഡ് കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ഏതെങ്കിലും മെർച്ചന്റ് നേവി റിലേറ്റഡ് ടോപ്പിക്കിനെ കുറിച്ചിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതും കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ അതിനെക്കുറിച്ചും വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ID മെൻഷൻ ചെയ്യാം, അതിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഡ്രീം ബിഗ്, പ്രിപ്പയർ സ്മാർട്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. താങ്ക് യു.